Hi everyone, welcome to Auto Madness. നമ്മൾ ഇന്ന് കൊണ്ടുവന്നേക്കുന്നത് ഒരു ജാപ്പനീസ് ഹോട്ട് ഹാച്ച് ആണ് മസ്ദ 3. ഇതൊരു മാർക്കറ്റിൽ ഓവർലുക്ക്ഡ് ആയിട്ടുള്ള ഹാച്ച് ബാക്ക് ആണ്. നമ്മൾ ഹാച്ച് ബാക്ക് വണ്ടികൾ സെർച്ച് ചെയ്യുന്ന ആരും അങ്ങനെ അധികം കൺസിഡർ ചെയ്യാത്ത ഒരു മോഡലാണ്. സ്കൈ ആക്റ്റീവ് ജി എന്ന് പറയുന്ന ഒരു ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള കാറാണ്. അതിന്റെ പ്രോസ് ആൻഡ് കോൺസ് എന്തുകൊണ്ടാണ് മാർക്കറ്റിൽ അധികം കാണാത്തത് എന്ന് നമുക്ക് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതിന്റെ ഒരു ഡിസൈൻ നോക്കുവാണെങ്കിൽ ഫോക്സ്വാഗൺ ഗ്രൂപ്പിൽ പറയുന്ന പോലെ തന്നെ വലിയൊരു ഡിസൈൻ ഗിമിക്സുകളൊന്നുമില്ല. അതായത് ഒരു 10 കൊല്ലം കഴിഞ്ഞാലും ഓൾമോസ്റ്റ് ആ ഡിസൈൻ അങ്ങനെ ഒരു പുതിയ കാർ പോലെ തന്നെ തോന്നുന്ന രീതിയിലാണ്. അവർ വലിയൊരു ഷാർപ്പ് ലൈനുകളോ ഒന്നുമില്ല. ഫ്രണ്ടിലോട്ട് നോക്കിയാലും മൊത്തത്തിൽ ഒരു റൗണ്ട് ഷേപ്പുകളാണ് ഇവർ കൂടുതൽ ഫുൾ ത്രൂ ഔട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. LED DRL വരുന്ന മസ്തയുടെ ലോഗോ വലിയൊരു നമ്മുടെ കാറിന്റെ സൈസ് വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി വലിയൊരു ബ്ലാക്ക് ഗ്രില്ലാണ് വരുന്നത്. അതാണ് പ്രോമിനന്റ് ആയിട്ട് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കാണുന്നത്. പിന്നെ ഒരു എന്താ പറയാ, അങ്ങനെ ഒരു അഗ്രസീവ് ലുക്ക് അല്ല ഇത്, കുറച്ചും കൂടെ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ലുക്കാണ് വരുന്നത്. പിന്നെ സൈഡ് പ്രൊഫൈലിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു ചെറിയൊരു എഗ് ഷേപ്പാണ് ഇത്. ഈ സൈഡിലൊന്നും ഇപ്പൊ ഈ ഒരു ഇതൊക്കെ നല്ല കോണ്ടോർ ചെയ്ത് വെച്ചേക്കാണ്. സാധാരണ നമ്മൾ മോസ്റ്റ്ലി കാണുന്ന ഇവിടെ ഒരു ഷാർപ്പ് ലൈനൊക്കെയാണ് എല്ലാ വണ്ടികൾക്കും നമ്മൾ കാണുന്നത്. പക്ഷെ ഇത് കോണ്ടോർ ചെയ്ത് വളരെ സ്മൂത്ത് ഫ്ലോയിങ് ആയിട്ടുള്ള ഒരു സ്ലോപ്പായിട്ട് വരുന്ന റൂഫ് ഒക്കെയാണ്. ഇപ്പൊ ഇതൊരു ഡിസൈൻ വൈസ് നമ്മൾ പുറമേ കാണുമ്പോൾ നല്ലതാണെങ്കിലും അകത്ത് ഇരിക്കുന്ന ആൾക്ക് വിൻഡോ സ്പേസ് നിങ്ങൾ നോക്കിയാൽ അറിയാം വളരെ കുറവായിട്ട് വരും. ടയർ വരുന്നത് കമ്പാരിറ്റീവ്ലി വലിയൊരു സൈസാണ്, 18 ഇഞ്ച് അലോയ്സ് ആണ് വരുന്നത്. ഈ വണ്ടിയുടെ ഒരു സൈസിന് കമ്പയർ ചെയ്ത് നോക്കാം, യൂഷ്വലി 18 ഇഞ്ച് എന്നൊക്കെ പറയുന്നത് നമുക്കൊരു SUV-യിലൊക്കെ വരുന്ന സൈസാണ്. അപ്പോൾ വണ്ടിയുടെ ഒരു ലുക്കിന് വളരെ നല്ലൊരു ആസ്പെക്ട് ആണ്. ബാക്ക് സൈഡിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരു വളരെ സ്ലോപ്പ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് വരുന്നത്. അങ്ങനെ ഇപ്പൊ റിയർ സ്പോയിലർ ആണെങ്കിലും അങ്ങനെ എടുത്ത് കാണത്തില്ല, ഓൾമോസ്റ്റ് ബോഡി ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് പോകുന്ന അതൊരു സെപ്പറേറ്റ് സ്പോയിലർ പോലെ ഫീൽ ചെയ്യത്തില്ല. പിന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ടെയിൽ ലാമ്പുകൾ കൊടുത്തേക്കുന്നത്. അകത്ത് ഒരു റൗണ്ട് ഷേപ്പാണ്. ഇപ്പോൾ വണ്ടിയുടെ ഇൻ ജനറൽ ഒരു റൗണ്ട് അപ്രോച്ച് ആണ് വണ്ടിക്ക്. അതുപോലെ തന്നെ ടെയിൽ ലൈറ്റും അതുപോലെ തന്നെ കൊടുത്തേക്കുന്നത്. ഇതാണ് വണ്ടിയുടെ ട്രിം ലെവൽ, സ്കൈ ആക്റ്റീവ് ജി. ഇനി അതിന്റെ മുകളിലോട്ട് GX എന്ന് പറയുന്ന ഒരു വേരിയന്റും കൂടെ വരും. നമുക്ക് ഇതിന്റെ ബൂട്ട് സ്പേസ് ഒന്ന് നോക്കാം. മാനുവൽ ആയിട്ടുള്ള ബൂട്ടാണ് വരുന്നത്, ഇലക്ട്രിക് അല്ല. ഇതൊരു 358 ലിറ്റർ ആണ് വരുന്നത്. നമുക്ക് ഒരു ഡെയിലി യൂസിന് ഓക്കെ ആണ്. പക്ഷേ ഇപ്പോൾ ഒരു വലിയ ഫാമിലീസ്, കിൻഡർ വാഗൺ, ലഗേജ് അങ്ങനെയുള്ള നമുക്ക് ലോങ് ട്രിപ്പിനൊക്കെ ഈ ഒരു ഡിക്കി സ്പേസ് നമുക്ക് ഇനഫ് ആയിരിക്കില്ല. പിന്നെ ഇതിൻ്റെ ഈ കണ്ടറിയാം, ഇതിൻ്റെ ഉള്ളിലോട്ട് കുറച്ച് കയറിയാണ് ഈ ഒരു ഡിസൈൻ വരുന്നത്. അപ്പോൾ വലിയൊരു പെട്ടിയും അല്ലെങ്കിൽ കിൻഡർ വാഗണൊക്കെ കയറ്റി ഇറക്കലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പം എനിക്ക് തോന്നുന്ന കുറച്ച് കപ്പിൾസിനും അല്ലെങ്കിൽ കുറച്ചും കൂടെ യൂത്ത് ആൾക്കാർക്കാണ് ഇത് കുറച്ച് യൂസ്ഫുൾ ആയിട്ട് വരിക. ഫാമിലീസിന് ഈ പറയുന്ന പോലെ ഒരു ഡിക്കി സ്പേസ് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് കുറച്ചും കൂടെ കോമ്പറ്റീറ്റേഴ്സ് ബെറ്റർ ഡിക്കി സ്പേസ് കൊടുക്കുന്ന ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം ഇതുവരെ ഞാൻ ചെക്കൗട്ട് ചെയ്തിട്ടുള്ള വണ്ടികൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അത്ര നല്ലൊരു ഫീൽ അല്ല. ബാക്കിൽ വളരെ ഒരു നോർമൽ സൗണ്ടാണ് വരുന്നത്. നമ്മൾ ഇതുവരെ ഈ വണ്ടിയുടെ മൊത്തം ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ ബാക്കി എനിക്ക് അത്രയും കൺവിൻസിങ് അല്ലായിരുന്നു. പക്ഷെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഇതാണ് യൂഷ്വലി ഒരു വണ്ടി ചെക്കൗട്ട് ചെയ്യാൻ പോകുന്ന ഓണർ മോസ്റ്റ്ലി ഇതായിരിക്കും ചെക്ക് ചെയ്യുന്ന ഡോറ്. അപ്പൊ അയാൾ കയറുകയോ ഇറങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ അപ്പൊ അത് പ്രത്യേകിച്ച് മാനുഫാക്ചറേഴ്സ് ശ്രദ്ധിച്ച് ഇത് കൂടുതൽ ഡാമ്പിങ്ങും എല്ലാം കൊടുത്ത് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ള സൗണ്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഒന്ന് റെവ് ചെയ്തേ. ഫുൾ ത്രോട്ടിലൊക്കെ കൊടുക്കുമ്പോൾ നല്ലൊരു ഹോട്ട് ഹാച്ചിന്റെ സൗണ്ട് കിട്ടുന്നുണ്ട്.
അപ്പൊ നമ്മൾ ഇന്റീരിയറിലോട്ട് വന്നേക്കുവാണ്. കയറാനൊന്നും അത്ര എളുപ്പമല്ല, പിന്നെ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഓക്കെയാണ്. ചെറിയൊരു സ്പോർട്ടി കാറിനകത്തിരിക്കുന്ന ഒരു ഫീലൊക്കെ ഉണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസ് റൈറ്റ് സൈഡിലാണ് നമ്മുടെ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോളിന്റെ കൺട്രോളുകളെല്ലാം വരുന്നത്. യൂഷ്വൽ നമ്മൾ ഇതുവരെ ചെക്കൗട്ട് ചെയ്ത വണ്ടികളെല്ലാം ഈ ഒരു സെറ്റ് ഓഫ് കൺട്രോൾ ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത്. അപ്പോൾ ഒരു ജാപ്പനീസ് വണ്ടിയിലോട്ട് വന്നപ്പോൾ അതാണ് ഒരു വ്യത്യാസം പറയാനുള്ളൂ. ബാക്കി എല്ലാം നമുക്ക് എല്ലാ വണ്ടികളും കാണുന്ന പോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ വരുന്നത് മ്യൂസിക് കൺട്രോൾസ്, ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലുള്ള കൺട്രോളുകളെല്ലാം വരുന്നത്. പിന്നെ ഒരു റൗണ്ട് സ്റ്റിയറിംഗ് ഇതാണ്, ഒരു ഫ്ലാറ്റ് ബോട്ടം അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ സ്ക്രീനിലോട്ട് വരുവാണെങ്കിലും നമ്മളിപ്പോൾ ഒരു ന്യൂജൻ വണ്ടികളിൽ ഫുള്ളൊരു ഡിജിറ്റൽ സ്ക്രീൻ ആയിട്ടാണ് വരുന്നത്. പക്ഷേ ഇത് കുറച്ചും കൂടെ ഒരു റെട്രോ ലുക്കാണ്. അതായത് RPM ഗേജ്, സ്പീഡ് മീറ്റർ എല്ലാം ഒരു അനലോഗ് ടൈപ്പ് ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പൊ അതിൽ വലിയൊരു ഗിമിക്സ് അതിലോട്ട് പോയിട്ടില്ല, കളറുകളോ അങ്ങനെയുള്ള ഇത് ഡീറ്റെയിലോട്ട് പോയിട്ടില്ല. പക്ഷെ ബാക്കി ടെക് വൈസ് എല്ലാം ഫുള്ളി ലോഡഡ് ആണ്. നമുക്ക് ഹെഡ് അപ്പ് ഡിസ്പ്ലേ വരുന്നുണ്ട്. പിന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് ഈ ഒരു ഇൻഫോർടൈൻമെന്റ് സ്ക്രീന്, ഇതൊരു ടച്ച് സ്ക്രീൻ അല്ല, പക്ഷെ നമുക്ക് മാനുവലി ഇവിടെ ഒരു ജോയ്സ്റ്റിക് ഉണ്ട്, അത് വെച്ച് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. അപ്പൊ അത് ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നുന്നു. നമ്മൾ കൈയെടുത്ത് പോയി ടച്ച് സ്ക്രീൻ യൂസ് ചെയ്യുന്നേക്കാളും ഈ മാനുവലായിട്ട് നമുക്ക് ചെയ്യാവുന്ന. അതിന്റെ ഒപ്പം തന്നെ സെപ്പറേറ്റ് ആയിട്ട് മ്യൂസിക് കൺട്രോളിന് ഒരു നോബ് കൊടുത്തിട്ടുണ്ട്. വോളിയം, നെക്സ്റ്റ് ഒക്കെ നമുക്ക് ഈ നോബ് വഴി സെലക്ട് ചെയ്യാം. പിന്നെ സെപ്പറേറ്റ് ഒരു ബട്ടൺ ഫേവറേറ്റ്സ് നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി. ഇപ്പൊ ഫേവറേറ്റിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫേവറേറ്റ് ആയിട്ടുള്ള ഇപ്പൊ ഡെസ്റ്റിനേഷൻസോ അല്ലെങ്കിൽ മ്യൂസിക് റിലേറ്റഡ് കാര്യങ്ങൾ അങ്ങനെ ഷോർട്ട് കട്ട് പോലെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആണെങ്കിലും ഞാൻ എപ്പോഴും പറയുന്ന പോലെ റോട്ടറി നല്ല, അതായത് ടേൺ ഒക്കെ ചെയ്യുമ്പോൾ നല്ലൊരു ഫീഡ്ബാക്ക് ഉള്ള സ്വിച്ചസ് ആണ് കൊടുത്തേക്കണേ. ഇവിടെയും ഇതും സ്വിച്ചാണ്. ഞാൻ ടച്ചാന്ന് ഓർത്ത് ആക്ച്വലി നേരത്തെ ഫാൻ സ്പീഡ് കൂട്ടവും കുറയ്ക്കാൻ ചെയ്തപ്പോൾ ഞാൻ പതുക്കെ തൊടുകയത്. ആക്ച്വലി ഇതും ബട്ടണാണ്. അപ്പൊ ഞാൻ പേഴ്സണലി ബട്ടൺസ് പ്രിഫർ ചെയ്യുന്ന ആളാണ്. ഇത് നമ്മുടെ സ്റ്റിയറിംഗ് ഹീറ്റിങ്, സീറ്റ് ഹീറ്റിങ്, വിൻഷീൽഡ് ഹീറ്റിങ്, അങ്ങനെയുള്ള ഇത് എല്ലാം സ്വിച്ചസ് ആണ് വരുന്നത്. പിന്നെ ഡ്യുവൽ സോൺ ഉണ്ട്. അപ്പൊ നമ്മൾ സിങ്ക് ഓണും ഓഫും ചെയ്ത് കഴിഞ്ഞാൽ പാസഞ്ചറിനും ഡ്രൈവറിനും സെപ്പറേറ്റ് AC നമുക്ക് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാം. പിന്നെ വരുന്നത് പാഡിൽ ഷിഫ്റ്റ് വരുന്നുണ്ട്. ഇതൊരു ടോർക്ക് കൺവേർട്ടർ ആയതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഒരു ടർബോയിലെ പോലെയുള്ള ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് അല്ല. ടോർക്ക് കൺവേർട്ടർ നമുക്ക് ലോ RPM-ലൊക്കെ ഒരു ഗ്രാജുവൽ ഇതായിരിക്കും. അപ്പൊ നമുക്ക് ഈ പാഡിൽ ഷിഫ്റ്റ് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് വരാം. പിന്നെ 360 ഡിഗ്രി ക്യാമറയുണ്ട്. പിന്നെ ADAS ഫീച്ചേഴ്സ് എല്ലാം തന്നെ വരുന്നുണ്ട്. ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ, എമർജൻസി ബ്രേക്കിംഗ്, അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അപ്പൊ ഇതാണ് ക്യാമറയുടെ ഒരു ലേ ഔട്ട്. ബാക്ക് വ്യൂ വലുതായിട്ട് കാണുന്നു, സൈഡിൽ അതുപോലെ തന്നെ ചുറ്റുമുള്ള 360 സറൗണ്ടിങ് വ്യൂ വരുന്നുണ്ട്. എല്ലാം നല്ല ക്വാളിറ്റി ഉണ്ട്. അതായത് ഒന്നില്ലെങ്കിൽ ലെതർ കവേർഡ് ആയിരിക്കും, അല്ലെങ്കിൽ അത്യാവശ്യം ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആണ് ഇവിടെ എല്ലാം വരുന്നത്. ഒരു 8 സ്പീക്കർ സിസ്റ്റം ആണ് വരുന്നത്, മസ്തയുടെ തന്നെ. അതായത് ഇത്രയും ചെറിയൊരു വണ്ടിക്ക് ആക്ച്വലി ഈ ഒരു മ്യൂസിക് സിസ്റ്റം തന്നെ ഇനഫ് ആണ്. പിന്നെ ആ ഒരു സൗണ്ടിന്റെ ഡെപ്തും കാര്യങ്ങളൊക്കെ ഒരു വ്യത്യാസം ഉണ്ടാവും ഇപ്പൊ നമ്മളൊരു ബോസ് പോലത്തെ ഒക്കെ സിസ്റ്റത്തിലോട്ട് പോകുമ്പോൾ. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇപ്പൊ ഗ്ലൗ ബോക്സ് ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം ഡാമൻ ചെയ്ത് അകത്തൊരു അൽക്കന്താര ഫിനിഷ്. ഇതൊന്നും നമ്മൾ ഇതിലും വില കൂടിയ വണ്ടികളിലൊന്നും ഈ ഒരു ഇതൊന്നും കാണാറില്ല. പലതിലും പ്ലാസ്റ്റിക് ഒക്കെ തന്നെയാണ് ഉള്ളിലൊക്കെ. വാനിറ്റി മിറർ വിത്ത് ലൈറ്റ്, അത്യാവശ്യം നല്ല സൈസുള്ള ഒരു വാനിറ്റി മിററാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ കോൺട്രവേഴ്ഷ്യൽ പാർട്ടായിട്ടുള്ള റിയർ സീറ്റിലോട്ടൊന്ന് കയറി നോക്കാം. അതായത് പൊതുവെ കോമ്പറ്റീറ്റേഴ്സ് പറയുന്ന ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിന്റെ പുറകിൽ കയറി ഇരിക്കാനുള്ള സ്പേസും കംഫർട്ടിനെ പറ്റിയൊക്കെയാണ്. ഡെഫിനറ്റ്ലി നമ്മൾ SUV കയറുന്ന പോലത്തെ കംഫർട്ട് അല്ല, കുറച്ച് വളഞ്ഞ് ചെരിഞ്ഞൊക്കെ വേണം. ഇപ്പം ഇച്ചിരി വലിയ ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും കയറിയിരിക്കാൻ. പക്ഷെ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഒരു മെയിൻ ഡിഫറൻസ്, ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ഗോൾഫ് റിവ്യൂ ചെയ്തപ്പോൾ കയറി ഇരുന്നതുമായിട്ട് ഡിഫറൻസ് വരുന്ന കാല് കുറച്ച് പൊങ്ങിയിട്ടാണ് വരിക. അതായത് നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ, ഈ ഒരു പോർഷൻ സപ്പോർട്ട് കുറവാണ് സീറ്റിന്. കാലിന് സപ്പോർട്ട് അടിയിൽ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ലോങ് ജേർണിക്ക് ഇരിക്കാൻ അത്ര കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യത്തില്ല. ഹെഡ് റൂം ഒക്കെ അത്യാവശ്യം, ഞാൻ 174 ആണ്, നല്ല ഹെഡ് റൂം ഒക്കെ ഉണ്ട്. ഇപ്പൊ എങ്ങനെ ഇരുന്നാലും ഇപ്പൊ ഒരു ചൈൽഡ് സീറ്റ് പിടിപ്പിക്കാൻ വേണ്ടി ഐസോഫിക്സ് കൊടുത്തിട്ടുണ്ട്.
വരുന്നത് ഒരു 2 ലിറ്റർ എഞ്ചിനാണ്. 150 PS നാച്ചുറലി ആസ്പിറേറ്റഡ് കമ്പൈൻഡ് വിത്ത് ടോർക്ക് കൺവേർട്ടർ. ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഫ്രണ്ടിൽ ഇപ്പൊ ഈ റോട്ടിൽ അലൗഡ് സ്പീഡ് എത്രയാണ്, നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സ്പീഡ് എത്രയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നേരെ കാണുന്നുണ്ട്. അതൊരു നല്ല ഫീച്ചറാണ് ഈ ഹെഡ് അപ്പ് ഡിസ്പ്ലേ. ഇപ്പോഴത്തെ ഈ ന്യൂജൻ എല്ലാവരും ചെറിയ എഞ്ചിൻ വെച്ച് ടർബോ യൂസ് ചെയ്തിട്ടാണ് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇതിലിപ്പോ നമുക്കൊരു 2 ലിറ്റർ എഞ്ചിൻ വരുന്നുണ്ട്, 150 PS കൊടുക്കുന്നത്. അപ്പൊ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനാണ്. അപ്പൊ അതൊരു ലോ RPM-ലൊക്കെ ഉള്ള ജർക്കിനെസ്സും കാര്യങ്ങളൊക്കെ അവോയ്ഡ് ആയിരിക്കും. സ്റ്റിയറിങ് നമ്മൾ ഇതുവരെ ഓടിച്ച വണ്ടികളിൽ എല്ലാത്തിലും ഏറ്റവും എന്താ പറയാ ടൈറ്റ് അല്ലെങ്കിൽ ഷാർപ്പ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സ്റ്റിയറിംഗ് ആണ്. ഒട്ടും അങ്ങനെ പ്ലേ എന്ന് പറയുന്ന സംഭവം ഇല്ല. അതായത് നമ്മൾ വണ്ടി സ്റ്റിയറിംഗ് എങ്ങനെ അനക്കുന്നോ അതുപോലെ തന്നെ വണ്ടിയും പോകും. അത് നാച്ചുറൽ ആസ്പിറേറ്റഡ് ആവുന്നതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഈ ടർബോ വണ്ടികളുടെ എല്ലാം മെയിൻ ഇഷ്യൂ ടർബോ കംപ്ലൈന്റ് ആകുക. അത് അതിന്റെ ഒരു റിപ്പയർ കുറച്ച് എക്സ്പെൻസീവ് ആണ്. അല്ലെങ്കിൽ നമ്മൾ ജർമ്മൻ വണ്ടികളിൽ കാണുന്ന DSG ഗിയർ ബോക്സ് എന്ന് പറഞ്ഞാൽ അതിൽ ഡ്യുവൽ ക്ലച്ച്, 2 ക്ലച്ചുകളുണ്ട്. അപ്പൊ ഇത് നമ്മൾ ഈ പറയുന്ന പോലത്തെ സോക്കോൾഡ് സിറ്റി ഡ്രൈവിംഗിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഈ ക്ലച്ചിന് തേയ്മാനം വന്ന് ക്ലച്ച് സ്ലിപ്പായി ഒക്കെയാണ് അതിന് ഒരു മെയിൻ്റനൻസ് ഇഷ്യൂ വരുന്നത്. അപ്പൊ ഈ ഒരു ഗിയർ ബോക്സ് ആണെങ്കിൽ ഇത് ഒരു ടിപ്പിക്കൽ നമ്മുടെ ട്രഡീഷണൽ ഒരു ഗിയർ ബോക്സ് ആണ്, ടോർക്ക് കൺവെർട്ടർ. അപ്പൊ അതിൽ ഈ ക്ലച്ചിന്റെ ഇഷ്യൂ വരുന്നില്ല. അപ്പൊ നിങ്ങൾ കൂടുതൽ നോക്കുന്ന റിലയബിലിറ്റി നോക്കുന്ന ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി കൺസിഡർ ചെയ്യേണ്ട ഒരു വണ്ടിയാണ്. ഇപ്പൊ കൂടുതൽ ആൾക്കാരും ഈ ഹാച്ച് ബാക്കുകൾ നോക്കുന്നവര് ഇവിടെ ജർമ്മൻ മാർക്കറ്റിൽ ഒന്നില്ലെങ്കിൽ വോക്സ് വാഗൺ ഗോൾഫ്, അല്ലെങ്കിൽ ഇപ്പോൾ Audi A3, BMW 1 സീരീസ് ഇങ്ങനെയുള്ള വണ്ടികളൊക്കെയാണ് ആദ്യം ആൾക്കാർക്ക് മൈൻഡിൽ വരുന്നത്. ജാപ്പനീസ് വണ്ടികൾ ഇവിടെ അത്യാവശ്യം എൻതൂസിയാസ്റ്റുകൾ അല്ലെങ്കിൽ ജാപ്പനീസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ അങ്ങനെയുള്ളവരാണ് ജാപ്പനീസിലോട്ട് പോകുന്നത്. അപ്പൊ സ്രെയിൻ്റെ ഒരു എക്സ്പീരിയൻസ്, കാരണം സ്രെയിൻ വണ്ടി മേടിക്കാൻ നേരത്ത് നമ്മൾ കുറെ അധികം ഡിസ്കസ് ചെയ്തായിരുന്നു പല മോഡലുകൾ. അപ്പൊ ഇതിലോട്ട് എങ്ങനെയാണ് ഫൈനലി എത്തിയെന്നൊന്ന് പറയാമോ? എനിക്ക് ഹാഷ് ബാക്ക് വണ്ടി മേടിക്കാൻ തന്നെയായിരുന്നു ആഗ്രഹം. അങ്ങനെ ഞാൻ ഈ പറഞ്ഞ പോലെ പല ഹാഷ് ബാക്കുകൾ നോക്കി. മോസ്റ്റ്ലി എന്റെ പ്ലാൻ ഗോൾഫ് തന്നെയായിരുന്നു. നമ്മൾ ആദ്യം മുതലേ കൂടുതലും സംസാരിച്ചിരിക്കുന്നതും ഗോൾഫിനെ പറ്റിയാണ്. അങ്ങനെയാണ് രഞ്ജിത്ത് എന്നോടൊന്ന് ലിയോൺ പറഞ്ഞത്. അങ്ങനെ പിന്നെ ഞാൻ ലിയോണും നോക്കി. പക്ഷെ എനിക്ക് ആ 2 വണ്ടി ഓടിച്ചപ്പോഴും ഒരേ ഫീൽ തന്നെയാണ് കിട്ടിയത്. ഇപ്പൊ ഗോൾഫ് ലിയോൺ ഏകദേശം രണ്ടും ഒരേ വണ്ടി തന്നെയാണ്. അതെ അതെ അതെ. അങ്ങനെ ഞാൻ ഏകദേശം ഗോൾഫ് തന്നെയാണ് തീരുമാനിച്ച വണ്ടി എടുക്കാന്ന്. അപ്പൊ ഞാനിങ്ങനെ എന്റെ ഒരു ഫ്രണ്ട്, ഒരു കാർ എന്തൂസിയാസ്റ്റ് ഒരു ചേട്ടനുണ്ട്, പുള്ളിയായിട്ട് ഞാൻ ഇങ്ങനെ സംസാരിച്ചു. അപ്പൊ ഞാനിങ്ങനെ ഗോൾഫ് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി എന്നോട് പറഞ്ഞു, നീ മസ്ത ഓടിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ മസ്ത ഞാൻ ഓടിച്ചിട്ടില്ല, ഞാൻ ഇങ്ങനെ മസ്ത 3 ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ചു. ടെസ്റ്റ് ഡ്രൈവ് അടിച്ചപ്പം എനിക്ക് വണ്ടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് പിന്നെ സ്വാഭാവികമായും ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ തുടങ്ങി. അപ്പൊ ഈ പറഞ്ഞ ഭയങ്കര അണ്ടർ റേറ്റഡ് കാറാണിത്. ഇതങ്ങനെ ഒരുപാട് നമുക്കിവിടെ കാണാൻ പറ്റില്ല. പിന്നെ ഇത് ഒരു ഫാമിലി കാർ അല്ല. നമുക്ക് ഫാമിലി യൂസിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ പറഞ്ഞ പോലെ കയറാനും ഇറങ്ങാനും ബാക്കിൽ സ്പേസും എല്ലാം കുറവാണ്. ഇവിടെ ചെറിയൊരു സ്ട്രെച്ചിൽ നമ്മൾ കാല് കൊടുത്തപ്പോഴും ഇത് ടർബോയുടെയും ഇതിന്റെ ആക്സലറേഷനും നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. അതായത് ഇത് കുറച്ചും കൂടെ ഒരു ഗ്രാജുവൽ ആക്സലറേഷൻ ആണ്. ടർബോ പോലെ ഇൻസ്റ്റന്റ് ടർബോ ഓൺ ആകുമ്പോൾ കയറുന്ന പോലെ അല്ല. പിന്നെ ഇതിലൊരു മൈൽഡ് ഹൈബ്രിഡ് ഉണ്ട്. അതായത് ഒരു 24 വോൾട്ട് മൈൽഡ് ഹൈബ്രിഡ് സിസ്റ്റം ഉണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന ഫ്യൂവൽ എഫിഷ്യൻസിനെ അത് ഹെൽപ്പ് ചെയ്യും. ആക്ച്വലി ഇലക്ട്രിക് മോഡില് വണ്ടി ഓടത്തില്ല. അതായത് ഇതൊരു സപ്പോർട്ട് സിസ്റ്റം പോലെയാണ്. നമ്മൾ കാല് കൊടുക്കുമ്പോഴൊക്കെ വണ്ടിയുടെ എഫിഷ്യൻസി താഴെ പോകാതെ ചെയ്യുന്ന ഒരു മൈൽഡ് ഹൈബ്രിഡ് ടെക്നോളജി ഇതിലുണ്ട് മസ്തയുടെ. അപ്പൊ അത് നമ്മുടെ ഫ്യൂവൽ എക്കോണമീനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇതിനൊരു സിറ്റി ഡ്രൈവിങ്ങിലൊക്കെ ഒരു 8 ലിറ്റർ പെർ 100 എന്നുള്ള ഒരു റേറ്റിൽ കിട്ടുന്നുണ്ട്. അത് ഇത് ചെറിയ വണ്ടിയാണ്, പക്ഷെ നമുക്ക് 2 ലിറ്റർ എഞ്ചിൻ ഉള്ള ഒരു പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുമ്പോൾ അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ട്. ഇപ്പൊ സൗണ്ട് നോക്കുവാണെങ്കിൽ ഞാൻ ജസ്റ്റ് വിൻഡോ താത്തിയാല് ഇത്രയും സൗണ്ട് ഉണ്ട്. നമ്മള് അടച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സൈലന്റ് ആണ്. എനിക്ക് തോന്നുന്നു മേ ബി എനിക്ക് കുറച്ചും കൂടെ ലൈക്കിങ് കൂടുതൽ ഗോൾഫിന്റെ ഒരു ഹാൻഡിങ്ങിലോട്ടാണ് തോന്നിയത്. നിങ്ങളൊരു ഫാമിലി പെർസ്പെക്റ്റീവിൽ നോക്കുവാണെങ്കിൽ ഞാൻ മേ ബി കോമ്പറ്റീവ് ഇപ്പൊ ഒരു ഫോർഡ് ഫോക്കസ് അല്ലെങ്കിൽ ഗോൾഫ് അങ്ങനെയുള്ള വണ്ടികളിൽ കുറച്ചും കൂടെ ഡിക്കി സ്പേസും പിന്നെ ബാക്ക് സീറ്റിംഗ് സ്പേസ് ഒക്കെ കുറച്ചും കൂടെ ബെറ്റർ ആണ്. പിന്നെ ജർമ്മനിയിൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ജാപ്പനീസ് വണ്ടികൾ കുറച്ച് ഓവർ പ്രൈസ്ഡ് ആണ്. പിന്നെ ഇൻഷുറൻസ് ഒക്കെ കുറച്ച് കോസ്റ്റ്ലി സൈഡ് ആണ്. അതെ അതെ, ഇൻഷുറൻസ് അത്യാവശ്യം നല്ല റേറ്റ് ആയി. എനിക്ക് ഇതിന് എത്ര രൂപയാണ് ഇൻഷുറൻസ്? 1600 ഇപ്പം ആയത്. അത് പക്ഷെ അത് ഭയങ്കര 1600 ഒരു ഇത്രയും സൈസ് ഉള്ള ഹാച്ച് ബാക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓൾമോസ്റ്റ് അതിന്റെ പകുതിക്കൊക്കെയാണ് പല ഹാച്ച് ബാക്കുകൾ 800 യൂറോ 1000 രൂപയ്ക്കൊക്കെ. ഈവൻ പുതിയ വണ്ടി ഒരു 1000 യൂറോയ്ക്ക് ഇൻഷുർ ചെയ്യാൻ പറ്റേണ്ടതാണ്. ഇതിപ്പോ 2021 മോഡല് നമ്മള്
1600 എന്ന് പറയുന്ന എക്സ്പെൻസീവ് സൈഡ് തന്നെയാണ്. ഞാൻ ഇതിനൊരു ഭയങ്കര ഒരു എന്തൂസിയാസ്റ്റിക് വണ്ടി എന്ന് എനിക്ക് പറയാൻ തോന്നുന്നില്ല. ഇത് നാച്ചുറൽ ആസ്പിറേറ്റഡ് ആയതുകൊണ്ട് കാല് കൊടുക്കുന്ന വഴി അങ്ങോട്ട് പറന്ന് കയറുക, ടർബോ ചെയ്യുന്ന പോലെ അല്ല ഇതിന്റെ പരിപാടി. അഗ്രസീവ് ഡ്രൈവ് നമുക്ക് പറ്റില്ല. ഡെയിലി ഡ്രൈവ് കാർ എന്നാൽ അത്യാവശ്യം നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് ഓടിക്കാൻ പറ്റണം. അങ്ങനെ ആ ഒരു മൈൻഡ് സെറ്റ്, ഒരു റിലയബിലിറ്റിയും കൂടി നോക്കുവാണെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. ഇത് മേടിച്ച് കഴിഞ്ഞിട്ട് തോന്നിയ ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ വണ്ടിയിൽ എന്തെങ്കിലും ഒരു കംപ്ലൈന്റുകൾ തോന്നിയിട്ടുണ്ടോ? കംപ്ലൈന്റ് ഈ പറഞ്ഞ നമുക്ക് ഫാമിലി പർപ്പസ് അതാണ്. ഇപ്പൊ എന്റെ വൈഫ് ഇതിനകത്ത് കയറാനും ഇറങ്ങാനും ഇതിനെ പ്രായിക്കൊണ്ടാണ് കയറുന്നത്. അതാണ് ഒരു മെയിൻ പ്രശ്നമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അല്ലാണ്ട് ഞാൻ ഓക്കെയാണ്. മേടിച്ച വണ്ടിയാന്ന് വേണമെങ്കിൽ പറയാം. അതിന്റെ തലവേദന തീർച്ചയായിട്ടും. അപ്പൊ നിങ്ങൾ ഭാര്യമാരുടെ അഭിപ്രായം കണക്കിലെടുക്കാതെ വണ്ടി മേടിച്ചാൽ തുടർന്നുള്ള ചീത്തവിളികൾ കേൾക്കാൻ ബാധ്യസ്ഥരായിരിക്കും. തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള വണ്ടികളിലോട്ട് പോകുമ്പോ ഈ പറയുന്ന പോലെ കേറല് ഇറങ്ങല്, പിന്നെ ഈ പറയുന്ന സീറ്റിംഗ് പൊസിഷൻ ആണെങ്കിലും ഈ SUV ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന അപ്രൈറ്റ് ഒരു കസേരയിൽ ഇരിക്കുന്ന പോലത്തെ സീറ്റിംഗ് ആണ്. അപ്പൊ അത് കുറച്ചും കൂടെ, പിന്നെ ഇച്ചിരി വലിയ ആൾക്കാർ ഇച്ചിരി അങ്ങനെയുള്ളവർക്ക് കംഫർട്ടബിൾ എപ്പോഴും SUV തന്നെയായിരിക്കും. പക്ഷെ ഒരു ഡ്രൈവർ പെർസ്പെക്റ്റീവില് ഇപ്പൊ ഒരു ഹാൻഡ്ലിംഗ് ഒക്കെ ആണ് നിങ്ങൾ പ്രിഫർ ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി ഒരിക്കലും ഒരു SUVക്ക് ഈ പറയുന്ന ഹാച്ച് ബാക്കുകളുടെ ഒരു ഹാൻഡ്ലിംഗ് കിട്ടത്തില്ല. ഈ ഹാൻഡ്ലിംഗ് ഒക്കെ ഒരു പേഴ്സണൽ ചോയ്സ് ആണ്. ഈ പറയുന്ന പോലെ ഹ്യുണ്ടായുടെ ഒക്കെ ഹാൻഡ്ലിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് അവർ ചിലപ്പോൾ ഓടിച്ചിട്ട് ഇറങ്ങി ഓടിക്കളയും. ഗോൾഫും ഇതിനെക്കാട്ടി കുറച്ചുകൂടി ലൈറ്റ് ആണ്, കുറച്ചുകൂടി നല്ലതാണ്. ശരിയും ഇത് കുറച്ചും കൂടി സ്റ്റിയറിംഗ് കുറച്ചും കൂടി ടൈറ്റ് ആണ്. പേഴ്സണലി എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് ഗോൾഫിന്റെ ഹാൻഡ്ലിംഗ് ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിന്റെ അഡ്വാൻറ്റേജ് ഞാൻ നോക്കിയിട്ട് റിലയബിലിറ്റി ആണ് ഒരു മെയിൻ ഒരു സാധനം. ഇപ്പൊ ഒന്നും അങ്ങനെ കാര്യമായിട്ട് അടിച്ചു പോകാൻ സാധ്യതയുള്ള സാധനങ്ങളൊന്നും തന്നെ ഇല്ല. ഇലക്ട്രോണിക്സ് എന്തെങ്കിലും ഹൈബ്രിഡ് ആണെങ്കിലും ഈ മൈൽഡ് ഹൈബ്രിഡ് ആയതുകൊണ്ട് അത്രയും ഒരു കോംപ്ലക്സ് ഫുൾ ഹൈബ്രിഡ് പോലത്തെ കോംപ്ലക്സ് ടെക്നോളജി ഒന്നും ഇല്ല. ബേസിക്കലി നമ്മൾ ആക്സലറേറ്റ് ചെയ്യുമ്പോൾ സപ്പോർട്ട് ചെയ്യാൻ ഒരു ബാറ്ററി സിസ്റ്റം 24 വോൾട്ട് ബാറ്ററി സിസ്റ്റം വെച്ചേക്കുന്നുള്ള. അപ്പൊ ഇത് 2003 ആണ് ആദ്യം ലോഞ്ച് ചെയ്തത്. ഇപ്പൊ 4th ജനറേഷൻ ആണ്. 2019 മുതലുള്ള 4th ജനറേഷൻ ആണ് ഇപ്പം റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഞാൻ പറയുവാണെങ്കിൽ നിങ്ങൾ ഹച്ച് ബാക്ക് കൺസിഡർ ചെയ്യുന്ന ഒരു ഡ്രൈവിങ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി ഷോർട്ട് ലിസ്റ്റ് ചെയ്യേണ്ട ഒരു വണ്ടിയാണ്. നേരെ പോയി മേടിക്കാൻ ഞാൻ പറയില്ല. പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഗോൾഫ് അല്ലെങ്കിൽ ഫോർഡിന്റെ ഫോക്കസ് ഇങ്ങനെയുള്ള കിയന്റെ സീഡ് ഉണ്ട്, അല്ലെങ്കിൽ മറ്റേ ലിയോൺ ഉണ്ട്, സിയറ്റ് ലിയോൺ, ഇങ്ങനെയുള്ള വണ്ടികൾ കൺസിഡർ ചെയ്യുന്നവർക്ക് ചെക്ക്ഔട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പൊ റിലയബിലിറ്റി ഒരു നല്ല ആസ്പെക്ട് ആണ്. പിന്നെയും ടെക് എല്ലാം ലോഡഡ് ആണ്, പ്രീമിയം ഫീച്ചേഴ്സ് ഉണ്ട്. പ്രൊവൈഡഡ് നിങ്ങൾ ലോങ് ജേർണി വലിയ ലഗേജ് സ്പേസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു റൈറ്റ് ചോയ്സ് ആയിരിക്കില്ല. പിന്നെ പിള്ളേർ മാത്രം പുറകിൽ ഇരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ ആണ്. ഫ്രണ്ട് സീറ്റിംഗ് ഡെഫിനറ്റ്ലി ഈ പറയുന്ന പോലെ നമുക്ക് ലെഗ് സ്പേസ് അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും ഇല്ല ഫ്രണ്ടിൽ രണ്ടുപേർക്ക് യാത്ര ചെയ്യാനാണെങ്കിൽ. പക്ഷേ മെയിൻ്റനൻസ് എന്താ പറയാ, ഒരു ജാപ്പനീസ് ഈ വണ്ടിക്ക് മാത്രമല്ല എല്ലാ ബ്രാൻഡിനും ഇവിടെ ജർമ്മനിയിൽ കുറച്ച് കോസ്റ്റ്ലി ആണ് സർവീസ് അല്ലെങ്കിൽ ഇൻഷുറൻസ് എല്ലാം. അതിന് ഇപ്പൊ വേറെ ആൾട്ടർനേറ്റീവ് ഇല്ല. നിങ്ങളൊരു ജാപ്പനീസ് ബ്രാൻഡ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആസ്പെക്റ്റുകൾ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്യാം. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ മസ്ത 3യുടെ റിവ്യൂ. അപ്പൊ നമുക്കിനി വേറൊരു വണ്ടിയായിട്ട് മറ്റൊരു ദിവസം കാണാം. ഓക്കെ, ബൈ.